നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവം കേരളത്തിലേറെ ചർച്ചയായ വിവാദമായ മരണമായിരുന്നു നിതിൻ രാജിൻ്റേത്. സംഭവം നടന്നിട്ട് ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മാസങ്ങളായി കേസിൽ പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതി ഡോക്ടർ MK റാം ഒടുവിൽ പിടിയിലായി. കർണാടകയിലെ കുടകിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അതീവ രഹസ്യമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് പ്രതിയെ വലയിലാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചത്. പിടിയിലായ റാമിനെ കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്ത് വരികയാണ്. കേസ് അന്വേഷണം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാൻ സാധിക്കാത്തത് വലിയ തോതിലുള്ള ജനരോഷത്തിന് കാരണമായിരുന്നു. എന്നാൽ പ്രതിയുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു വന്ന ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം കുടകിലെ ഒരു തോട്ടത്തിൽ ഇയാൾ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിർത്തി കടന്ന് റെയ്ഡ് നടത്തിയത്. പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെയായിരുന്നു അറസ്റ്റ്. നേരത്തെ പ്രതി ആന്ധ്രാപ്രദേശിലുണ്ടെന്ന വിവരത്തെ തുടർന്നും അന്വേഷണ സംഘം ചിറ്റൂരിലെത്തി വിപുലമായ തിരച്ചിൽ നടത്തിയിരുന്നു. പ്രതി താമസിച്ചിരുന്ന താവളം കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും പോലീസ് എത്തുന്നതിന് തൊട്ടു മുമ്പ് റാം അവിടെ നിന്ന് തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു. പ്രതിക്ക് പ്രാദേശികമായി ലഭിച്ച സഹായങ്ങളെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. കേസിൽ അറസ്റ്റ് ഭയന്ന് ഡോക്ടർ MK റാം നിയമ പോരാട്ടങ്ങൾക്ക് മുതിർന്നിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷകളുമായി ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയെയും ഇയാൾ സമീപിച്ചു. എന്നാൽ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഇയാൾ പൂർണ്ണമായി ഒളിവിൽ പോകാൻ തീരുമാനിച്ചത്. കോടതി വിധി വന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇയാളെ കണ്ടെത്താനാകാത്തത് പോലീസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. ഡെന്റൽ കോളേജിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണം ക്യാമ്പസിനെ മാത്രമല്ല നാടിനെ ആകെ നടുക്കിയ ഒന്നായിരുന്നു. പല സ്വപ്നങ്ങളുമായിട്ടാണ് ആ വിദ്യാർത്ഥി പഠിക്കാനായിട്ട് പോയത്. പക്ഷെ അവൻ അവിടെ കാത്തിരുന്നത് ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള പീഡനങ്ങളുടെ നാളുകളായിരുന്നു. പരമാവധി അവൻ ചെറുത്തു തന്നെ നിന്നു. ആ സമയത്ത് നിതിൻ ഒരു കൂട്ടുകാരനോട് സംസാരിച്ച് ഓടിയൊക്കെ പുറത്തു വന്നപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, പരമാവധി സഹിച്ചു, പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു, ഇനി സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൂട്ടുകാരൻ അയച്ചൊരു വോയിസ് ഒക്കെ തന്നെ ആ സമയത്ത് നമ്മൾ കേട്ടതാണ്. കോളേജിനുള്ളിൽ വെച്ച് നിതിൻ നേരിട്ട മാനസിക പീഡനങ്ങളും ക്രൂരതകളുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിന് പിന്നാലെ കോളേജ് അധികൃതർക്കെതിരെയും വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പുരോഗതിയില്ലാത്തതിനെ തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം കേസ് ഏറ്റെടുത്തതോടെയാണ് അന്വേഷണത്തിന് വേഗത കൈവന്നത്. കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും ശേഖരിച്ച മൊഴികളാണ് ഡോക്ടർ MK റാമിനെതിരെയുള്ള ശക്തമായ തെളിവുകളായി മാറിയത്. ഡോക്ടർ MK റാമിനെ ഭരണ രാഷ്ട്രീയ രംഗങ്ങളിലെ ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ടെന്ന ആക്ഷേപം തുടക്കം മുതലേ ശക്തമായിരുന്നു. ഇതാണ് പ്രതി ഒളിവിൽ കഴിയാൻ സഹായിച്ചതെന്ന ആരോപണവുമായി നിതിന്റെ കുടുംബവും ആക്ഷൻ കൗൺസിലും രംഗത്തെത്തിയിരുന്നു. അറസ്റ്റ് വൈകുന്നതിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും കണ്ണൂരിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച പ്രതിയെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഒളിവിൽ കഴിയാൻ പ്രതിയെ സഹായിച്ചവർ ആരെല്ലാമാണെന്നും മരണത്തിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളിൽ പ്രതിയുടെ കൃത്യമായ പങ്ക് എന്തായിരുന്നുവെന്നും വ്യക്തമാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ കേസിന് നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചതായാണ് സൂചന. തങ്ങളുടെ മകന്റെ മരണത്തിന് കാരണക്കാരായവർ നിയമത്തിന് മുന്നിൽ വരണമെന്ന ഉറച്ച നിലപാടിലായിരുന്നു നിതിന്റെ കുടുംബം. പ്രതിയുടെ അറസ്റ്റ് വൈകുമ്പോഴും നിയമ പോരാട്ടത്തിൽ നിന്നും അവർ പിന്മാറിയിരുന്നില്ല. മുഖ്യപ്രതി പിടിയിലായതോടെ കേസിൽ അർഹമായ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർധന കുടുംബം ഇപ്പോൾ. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. തുടർന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. കേസിലെ കൂടുതൽ തെളിവെടുപ്പിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ഒളിവിൽ കഴിയുന്നതിനായി ഡോക്ടർ റാം താടി വളർത്തി രൂപം മാറിയതായാണ് വിവരം. കുടകിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇയാളെ ഈ രൂപത്തിൽ പോലീസ് പിടിയിലാക്കുന്നത്. റാമിനെ പിടികൂടാൻ വൈകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റ് നടന്നത്. സുപ്രീം കോടതി പോലും മുൻകൂർ ജാമ്യം നിഷേധിച്ചയാളെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും ദിവസം എടുക്കുന്നത് എന്തിനാണെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. രൂക്ഷമായ ഭാഷ
ഭാഷയിലായിരുന്നു കോടതിയുടെ വിമർശനം. തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇയാളുടെ ഉന്നത ബന്ധങ്ങൾ ഇയാളെ ഇത്രയും കാലം ഒളിവിൽ കഴിയാൻ സഹായിച്ചിരുന്നോ എന്നുള്ളതൊക്കെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഒരു നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം തന്നെ ഈ ഒരു കേസിൽ ആവശ്യമാണ്. കാരണം പല വിദ്യാർത്ഥികളും, താഴ്ന്ന വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് കോളേജുകളിൽ എത്തുന്നത്. എന്നാൽ അവിടെയൊക്കെ തന്നെ ജാതീയമായിട്ടും സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ അവരുടെ നിറത്തിന്റെ പേരിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള മാനസിക പീഡനങ്ങൾ നടത്തുന്ന അധ്യാപകർ ഒരു തരത്തിലും വിദ്യാർത്ഥികൾക്ക് വിദ്യ അഭ്യസിച്ച് കൊടുക്കാനുള്ള യാതൊരു തരത്തിലുള്ള കഴിവും അവർക്ക് ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനം അവർക്ക് നൽകരുത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ് ഇത്. കൃത്യമായിട്ട് ആ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് തന്നെ വിചാരിക്കാം. ഈ ഒരു കേസിൽ നീതി ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും നിയമത്തിൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വയനാട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കും സംഭവിച്ചതും സമാനതകളില്ലാത്ത ക്രൂരത തന്നെയായിരുന്നു. അത് സഹപാഠികളുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഇത് അധ്യാപകരാണ് ഒരു വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിച്ച് അവനെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് നീതി ലഭിക്കണം. ഇത്തരത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ച് ആത്മഹത്യ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കൂടി നീതി ലഭിക്കണമെങ്കിൽ ഈ കേസിലും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണവും ഈ പ്രതിക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം.